ഞങ്ങളൊരുമിച്ചുള്ള ആദ്യത്തെ വെക്കേഷൻ ആയതുകൊണ്ട് എവിടെയെങ്കിലും പോകണം എന്നിങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എവിടെ ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം എന്നോട് പറഞ്ഞു, "വേഗം റെഡി ആയിക്കോ, പാക്ക് ചെയ്തോ, നമ്മളിന്ന് ഗോവയ്ക്ക് പോവാണ്." അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്നുള്ളൊരു ഗോവൻ ട്രിപ്പാണിത്. പാക്കേജ് ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ തന്നെ ഗോവയ്ക്ക് പോയി. ഞങ്ങൾ പോയത് നോർത്ത് ഗോവയിൽ തിവിൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒരു 5 മണി 5:15 ആയപ്പോഴത്തേനും നമ്മൾ തിവിനിലെത്തി. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് ഫ്രഷായി ട്ട് ഒരു റെൻ്റൽ ബൈക്കൊക്കെ എടുത്തു. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് തന്നെയായിരുന്നു റെൻ്റൽ ബൈക്കൊക്കെ എടുത്തത്. അങ്ങനെ അവിടെ നിന്നൊരു ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ആലു പൊറോട്ടയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എനിക്ക് പൊറോട്ടേനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ തൈരാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു തൈര്. ആ തൈര് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. നല്ല ടേസ്റ്റായിരുന്നു അവിടുത്തെ തൈര്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് അഗോഡ ഫോർട്ടിലേക്കാണ്. അഗോഡ ഫോർട്ട് വലിയ ഫോർട്ടാണ് അഗോഡ ഫോർട്ട്. നല്ല വെയിലായതുകൊണ്ട് കുറേ ടൈമൊന്നും നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്കിത് കണ്ടപ്പോൾ എന്താണെന്നറിയോ ഓർമ്മ വന്നത്, നമ്മുടെ ബാഹുബലി സിനിമയിൽ ദേവസേനനെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമില്ലേ, ഇത് കാണുമ്പോൾ അതുപോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? എനിക്കിത് കണ്ടപ്പോഴതാണ് കേട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ അഗോഡ ഫോർട്ടൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് അഗോഡയിൽ തന്നെയുള്ള ഒരു ജയിൽ മ്യൂസിയമായിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പറേഷൻ വിജയിലെ ഗോവ വിമോചനവുമായി ബന്ധപ്പെട്ട 1961 നടന്ന ഓപ്പറേഷൻ വിജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗോവയുടെ കൾച്ചർ, ഗോവയിലെ ആർട്ട്, ഗോവയിലെ ഫുഡ്, ഗോവയിലെ ജനങ്ങൾ, അങ്ങനെ ഗോവയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമുള്ള ഒരു മ്യൂസിയമായിരുന്നു ഇത്. ഇത് ശരിക്കും ഡിജിറ്റൽ മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് AC ആണ് കേട്ടോ. നല്ല സുഖമായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ. നല്ല വെയിലത്തുനിന്ന് വന്നിട്ട് AC കയറിയപ്പോൾ കിട്ടിയൊരു സുഖം പറയാതിരിക്കാൻ വയ്യ. ഇതെല്ലാം നമുക്ക്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിജിറ്റലി ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഗോവയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രൊഫൈല്, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയത് എന്താണെന്നറിയോ, അവിടെ ഒരു പഴയ ടെലിവിഷൻ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ. അതിൽ ഓപ്പറേഷൻ വിജയ് അപ്പോൾ പണ്ട് ഗോവയിൽ നടന്ന കാര്യങ്ങളുടെയൊക്കെ വീഡിയോസ് ഉണ്ട്. എങ്ങനെയാണ് അവിടുത്തെ സമരം നടന്നത്, എങ്ങനെയാണ് ഓപ്പറേഷൻ വിജയ്, പഴയ കാലത്തെ ട്രെയിന്, ജനങ്ങൾ, അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ടെലിവിഷനിൽ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. ഒരു രസമായിരുന്നു അത് കാണാൻ. അത് ഞാൻ കുറേ നേരം ഇങ്ങനെ കണ്ടിരുന്നു. പിന്നെയുള്ളത് പിന്നെ പസിൽസ് കളിക്കുക, പിന്നെന്താണ് ജയില്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് സിങ്ക്വേറിയം ഫോർട്ടിലായിരുന്നു. ഒരു നോർമൽ ഫോർട്ടായിരുന്നു അത്. അത്ര വലിയ ഫോർട്ടൊന്നുമല്ല, എന്നാലും രസമായിരുന്നു. ഒരു ഭയങ്കര കാറ്റും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റിൽ പോകുന്നതാണ് ശരിക്കും. അത് ഭയങ്കര രസമായിരുന്നു. പൊളി വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഗോവയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ബീച്ചാണ് ബാഗ ബീച്ച്. അത് ഫുള്ള് നമുക്ക് ഒറ്റയടിക്ക് കണ്ടു തീർക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതിൻ്റെ ഒരു പകുതി ഭാഗമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ ബാഗ ബീച്ചിൻ്റെ. ഇത് ബാഗ ബീച്ചാണ്. നല്ല രസമായിരുന്നു. ഒരു ഗോവൻ നൈറ്റ് ബീച്ച് വൈബ് എന്ന് പറയണത്. വലിയ ആളും ബഹളവും ഒന്നുമില്ല. സീസൺ ടൈമൊന്നും അല്ലാത്തതുകൊണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് സമാധാനപരമായിട്ട് ഒരു വൈബ്, ഒരു ബീച്ച് വൈബ് എൻജോയ് ചെയ്യാൻ പറ്റി. മ്യൂസിക്കും ഡാൻസും പാട്ടും ഫുഡും ഒക്കെ ആയിട്ട് രസമായിരുന്നു. കുറേ നേരം നമ്മൾ എൻജോയ് ചെയ്തു ശരിക്കും. ഒരു ഗോവൻ നൈറ്റ് ബീച്ചിൻ്റെ എല്ലാ രസങ്ങളും ഞങ്ങളവിടെ അനുഭവിച്ചു. അതൊക്കെ കഴിഞ്ഞ് വരുന്ന ആളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് രാവിലെ തന്നെ ബോട്ടിൽ കയറിയതാണ്. ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് കടലിൻ്റെ ഒരു നടുക്കെത്തി. ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു എന്താ പറയുക, റൈഡുകളാണ്. ബനാന, ജെറ്റ് സ്കീ, സ്കൂബ, പിന്നെന്താ പാരച്യൂട്ട് പോലെയുള്ള ഈ കടലിലുള്ള റൈഡുകൾ എൻജോയ് ചെയ്യാനായിരുന്നു രണ്ടാമത്തെ ദിവസം
ഇന്ന് ഫുള്ള് കടലിലായിരുന്നു. ആ ദിവസം ഫുള്ള് കടലിലായിരുന്നു. രാവിലെ 9 മണിക്ക് ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ട് എനിക്ക് തോന്നുന്നു 5:30 വരെ കടലിലായിരുന്നു. കടലിലെ കുളിയും കടലിലെ റൈഡുകളും രസമായിരുന്നു. കുറേ ഫ്രണ്ട്സും ഞങ്ങളുടെ ബോട്ടിൽ തന്നെ കുറേ ഫ്രണ്ട്സും ആയിട്ടും ഫാമിലി ആയിട്ടും എന്താ പറയുക കപ്പിൾസായിട്ടൊക്കെ വന്ന കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഗോവയുടെ 2ാമത്തെ ദിവസം ഫുള്ള് എന്താ പറയുക കടലിൽ എൻജോയ് ചെയ്തു. പാരച്യൂട്ടിൽ കയറുക എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. പാരച്യൂട്ട് യാത്രയും അങ്ങനെ ഗോവൻ ട്രിപ്പിൽ ഞാൻ എന്താ പറയുക സാധിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്കൂബയാണ് കേട്ടോ. ഭയങ്കര രസമായിരുന്നു സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്. ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെയാണ് അത് ചെയ്യുക എന്നൊക്കെയുള്ളത്, ശ്വാസം മുട്ടുമോ എന്നൊക്കെയുള്ളത്. പക്ഷേ ഭയങ്കര രസമായിരുന്നു സ്കൂബ. ഒരു എന്താ പറയുക, നമ്മൾ അക്വേറിയത്തിനുള്ളിൽ നമ്മൾ പോയാൽ എങ്ങനെ ഇരിക്കും, അത്രയ്ക്ക് രസമായിരുന്നു കേട്ടോ സ്കൂബ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തൊക്കെയോ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഗോവയിലെ ബോം ജീസസ് ബസിലിക്ക ചർച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് സ്നോ പാർക്കിൽ പോയി. സ്നോ പാർക്കും നല്ല രസമായിരുന്നു. തണുപ്പ് എന്ന് പറഞ്ഞാൽ മുഴുവൻ മഞ്ഞായതുകൊണ്ട് അതിനുള്ളിൽ നല്ല രസമായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു വേറെ തന്നെ ഒരു വൈബായിരുന്നു അത്. കുറേ നേരം ഞങ്ങൾ ഡാൻസ് തണുത്തിട്ട് ശരിക്കും അറിയാതെ തുള്ളിപ്പോവും നമ്മൾ. അത്രയ്ക്ക് തണുപ്പായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ പോയത് ബാഗാ ബീച്ച്. നമ്മൾ കണ്ട് തീർത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ബാക്കിയുള്ള ബാഗാ ബീച്ചില്ലേ, അവിടുത്തെ ഒരു വൈബാണിത്. പിന്നെ നമ്മൾ പോയ കുറേ ബീച്ചുകളാണ്. കണ്ടോളിൻ ബീച്ച്, കലങ്ങോട്ട് ബീച്ച്, അഞ്ജുന ബീച്ചൊക്കെ ആയിരുന്നു. പിന്നെ ഫുള്ള് കളാണ്. നൈറ്റിലുള്ള ബീച്ചുകൾ ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്, ഒരേ വൈബ് തന്നെയായിരുന്നു. പക്ഷേ വെറൈറ്റി വേറെ വേറെ ബീച്ചുകളാണ് എന്ന് മാത്രമേ ഉള്ളൂ. രസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഗോവൻ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. താങ്ക് യു.